Dear students, now we can study the closure of a set. Closure of a set. Closure of a set. Closure of a set S subset of R is the intersection of all closed sets. Intersection of all closed sets containing S. Understood? Closure of a set S. Sന്റെ closure എന്ന് പറയുന്നത് എല്ലാ എസിനെ കണ്ടെയ്ൻ ചെയ്യുന്ന എല്ലാ ക്ലോസ്ഡ് സെറ്റിൻ്റെയും ഇൻ്റർസെക്ഷൻ ആണ്. മനസ്സിലായോ? ക്ലോഷർ ഓഫ് എ സെറ്റ് എസ് കണ്ടെയ്ൻഡ് ഇൻ ആർ ഇസ് ദി ഇൻ്റർസെക്ഷൻ ഓഫ് ഓൾ ക്ലോസ്ഡ് സെറ്റ്സ് കണ്ടെയ്നിങ് എസ് ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ എസ് ക്ലോഷർ. ഇങ്ങനെ എസിൻ്റെ മുകളിൽ ഒരു വര, അങ്ങനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മനസ്സിലായോ? എസ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ എസ് ക്ലോഷർ. എസ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ എസ് ക്ലോഷർ നമുക്ക് understood ആണ്. And S closure is the smallest closed set containing S. S closure is the smallest closed set containing S. Okay. For example, if I is equal to open interval AB, then I closure equal to closed interval AB. Now, if another example is if S is equal to set 1 by n such that n belongs to n, S closure is equal to set of all 1 by n such that n belongs to n union 0, set 0. If we take the set of all closed sets containing set of all 1 by n, then it will automatically contain 0. Okay. S closure is equal to set of all 1 by n such that n belongs to n union set 0. അല്ലെങ്കിൽ നമുക്ക് വേറെ രീതിയിലും പറയാം. ക്ലോഷർ ഓഫ് എ സെറ്റ് ഈസ് ദി യൂണിയൻ ഓഫ് എസ് ആൻഡ് ഓൾ ഓഫ് ഇറ്റ്സ് ക്ലസ്റ്റർ പോയിന്റ്സ്. എന്താണ്? ക്ലോഷർ ഓഫ് എ സെറ്റ് ഈസ് എസ് ഈക്വൽ ടു യൂണിയൻ ഓഫ് എസ് ആൻഡ് ഇറ്റ്സ് ക്ലസ്റ്റർ പോയിന്റ്സ്. Cluster points. Okay, union of S and set of all its cluster points. Boundary point of a set. Boundary point of a set. A point X belongs to R is said to be a point X belongs to R is said to be a boundary point of S subset of R. A point X belongs to R. R ile point ആണ് X. ഈ എസ് എന്ന് പറഞ്ഞൊരു സെറ്റിൻ്റെ ബൗണ്ടറി പോയിന്റ് ആവണമെങ്കിൽ എന്ത് വേണം? ഇഫ് എവരി നൈബർഹുഡ് വി ഓഫ് എക്സ്. ഇപ്പോൾ ഇവിടെ നമ്മൾ വി ഓഫ് എക്സിൻ്റെ നൈബർഹുഡ് എടുത്തു. നൈബർഹുഡ് എടുത്തപ്പോൾ അതിൽ എസിൻ്റെ പോയിന്റ്സ് ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇത് എന്താവില്ല? ഇത് ബൗണ്ടറി പോയിന്റ് ആവില്ല. പക്ഷേ if every neighborhood v of x contains points in S and points in the complement of S.
മനസ്സിലായോ? അപ്പോൾ അതായത് എക്സിൻ്റെ നെയ്ബർഹുഡ് എടുക്കുമ്പോൾ ഈ എക്സിൻ്റെ അതായത് ഇങ്ങനെ വരണം എന്നർത്ഥം. ഇതായിരിക്കും ബൗണ്ടറി പോയിന്റ്. ഒരു സർക്കിളിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഇവിടെയുള്ള പോയിന്റ്സ് ആയിരിക്കും ബൗണ്ടറി പോയിന്റ്. മനസ്സിലായോ? പോയിന്റ്സ് ഓഫ് എസും മനസ്സിലായില്ലേ, ഉള്ളിലത്തെ പോയിന്റ്സും വരും, എന്താണ് അതിലില്ലാത്ത പോയിന്റ്സ് ഔട്ട്സൈഡ് എസും വരും. മനസ്സിലായില്ലേ? അപ്പോൾ എന്താണ്, എ പോയിന്റ് എക്സ് ബിലോങ്സ് ടു ആർ ഈസ് സെറ്റ് ടു ബി എ ബൗണ്ടറി പോയിന്റ് ഓഫ് എ സബ്സെറ്റ് ഓഫ് ആർ if every neighborhood V of X contain points in S and points in complement of S. മനസ്സിലായോ? നൗ അപ്പം നമുക്ക് പറയാം എസിനും കോംപ്ലിമെൻ്റ്, എസിൻ്റെ കോംപ്ലിമെൻറ്റിനും എന്താണ് സെയിം ബൗണ്ടറി പോയിന്റ്സ് ആയിരിക്കും. ആൻഡ് ബൗണ്ടറി പോയിന്റ്സ് ആർ ഡിനോട്ടഡ് ബൈ സി ഓഫ് എസ്. അത് ഓർമ്മിച്ച് വെക്കുക കേട്ടോ. നൗ എക്സാമ്പിളായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ എ ഈക്വൽ ടു നമ്മൾ ഓപ്പൺ ഇൻ്റർവൽ 0, 1 എടുത്തു എന്ന് വരിക. എന്നിട്ട് നമ്മൾ there exists an with choosing there exists an epsilon neighborhood where epsilon is equal to minimum of set x 1 minus x എന്ന് എടുക്കുകയാണെങ്കിൽ contained in A ആണല്ലോ. 0 minimum of x 1 minus x is contained in A where x belongs to open interval 0, 1. ഇതും എന്തിൻ്റെ ഉള്ളിലാണ് കിടക്കുക? കണ്ടെയ്ൻഡ് ഇൻ എയുടെ ഉള്ളിൽ തന്നെ കിടക്കും. കണ്ടെയ്ൻഡ് ഇൻ എ ആൻഡ് നോ പോയിന്റ് ഇത് എപ്സിലോൺ നൈബർഹുഡ് ആണല്ലോ. there exists ഞാൻ എഴുതാൻ വേണമെങ്കിൽ there exists an epsilon neighborhood where epsilon equal to minimum of x 1 minus x is contained in A and no point of open interval 0, 1 can be a boundary point of A. 0, 1ലുള്ള ഒരു പോയിന്റ് ബൗണ്ടറി പോയിന്റ് ആയിരിക്കില്ല. but every neighborhood dog 0 and 1 contain points of A and C of A. അല്ലേ? 0ൻ്റെ നമ്മൾ 0, 1 ഇതാണ് 0, ഇത് 1 ആണെന്ന് വിചാരിക്കുക. ഇവിടുന്ന് ഈ 0ൻ്റെ ഒരു നൈബർഹുഡ് എടുത്ത് എന്ത് വരും? 0ൻ്റെ ഇപ്പോൾ 0 ഇതിൽ ഈ 0, 1 ഇല്ലാത്ത പോയിന്റ്സ് ഒക്കെ അല്ലേ വരിക? നൈബർഹുഡ് ഓഫ് 0 and 1 കണ്ടെയ്ൻ പോയിന്റ്സ് ഓഫ് എ. എയുടെ ഉള്ളിൽ എ എന്ന് പറയുന്നത് ഈ 0, 1 ആണെന്ന് വരിക. അപ്പോൾ എയുടെ പുറത്തുള്ള പോയിന്റ്സും വരില്ലേ? പോയിന്റ്സ് ഓഫ് എ ആൻഡ് സി ഓഫ് എ ആൻഡ് ഹെൻസ് 0 and 1 ആർ ബൗണ്ടറി പോയിന്റ്സ് ഓഫ് എ എന്ന് പറയും. അതേപോലെ രണ്ടാമത്തത് നമ്മൾ ഐ ഈക്വൽ ടു ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി എന്ന് എടുക്കുമെങ്കിൽ എന്ത് പറയാം? പിന്നെ നമുക്ക് ഇതേപോലെ തന്നെ പറയാം, നോ പോയിന്റ് ഓഫ് ഓപ്പൺ ഇൻ്റർവൽ എ ബി ക്യാൻ ബി എ ബൗണ്ടറി പോയിന്റ് ഓഫ് ഐ. കാരണം എന്താണ്? ഓപ്പൺ ഇൻ്റർവൽ എ ബി ഇങ്ങനെ വരച്ചോണ്ടിരിക്കുക. ഇത് എ, ഇത് ബി. ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഏത് പോയിന്റ് എടുത്ത് ഒരു നൈബർഹുഡ് എടുത്താലും അത് എ ബിയുടെ ഉള്ളിൽ തന്നെയാണ് കിടക്കുക. മനസ്സിലായോ? നോ പോയിന്റ് ഓഫ് ഓപ്പൺ ഇൻ്റർവൽ എ ബി ക്യാൻ ബി എ ബൗണ്ടറി പോയിന്റ് ഓഫ് ഐ. പക്ഷേ എന്ത് പറയാം? എയും ബിയും ബൗണ്ടറി പോയിന്റ്സ് ആണെന്ന് പറയാം. കാരണം ഏത് നൈബർഹുഡ് എടുത്താലും എന്ത് വരും? എയിലുള്ളതും എയിലില്ലാത്തതുമായ എലിമെന്റ്സ് വരും. point of I, but A and B are
boundary points of I. എയും ബിയും ബൗണ്ടറി പോയിന്റ്സ് ഓഫ് ഐ ആയിരിക്കും. അടുത്തത് എസ് ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ 1/n സച്ച് ദാറ്റ് n ബിലോങ്സ് ടു n. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ 1/n എസ്സിലുണ്ട്. ഇനി എവരി നൈബർഹുഡ് ഓഫ് 1/n എന്താണ്? 1/n contains points of S ആൻഡ് നോക്കൂ സീറോയും വരും എല്ലാ നൈബർഹുഡിലും അല്ലേ. 1/nന്റെ ഏത് നൈബർഹുഡ് എടുത്താലും സീറോ വരും. അതായത് പോയിന്റ്സ് ഓഫ് എസും എസ്സിൽ ഇല്ലാത്തതും വരും. സീറോ അല്ല അല്ലാത്തതും വരും. ആൻഡ് പോയിന്റ്സ് ഓഫ് സി ഓഫ് എസ് എന്ന് പറയാം. therefore എന്ത് പറയാം നമുക്ക്? 1/n hence 1/n for n belongs to n is a boundary point of S. Also every neighborhood of 0 contains points of both S and C of S എന്ന് പറയാം അല്ലേ. എസ്സിലെയും സി ഓഫ് എസ്സിലെയും എലിമെൻറ്റ്സ് ഉണ്ടായിരിക്കും നമുക്ക് പറയാം. ഇനി നമുക്കൊരു ഒരു പ്രോബ്ലം ഉണ്ട്. എന്താ വെച്ചാൽ പ്രോബ്ലം എന്തെന്ന് വെച്ചാൽ let S be an infinite set that is bounded above. Infinite set bounded above and let U equal to supremum of S ആണെങ്കിൽ if U does not belongs to S ആണെങ്കിൽ U is a cluster point. ലിമിറ്റ് പോയിന്റ് ആയിരിക്കും U എന്ന് പ്രൂവ് ചെയ്യണം. നമുക്ക് എന്താണ്? എസ് ഒരു ഇൻഫിനിറ്റ് സെറ്റ് ആണ്, ബൗണ്ടഡ് എബവ് ആണ്. ലെസ്സിലെ എലിമെന്റ്സ് എല്ലാം അതിനേക്കാൾ ചെറുതാണ്. ആൻഡ് യു ഈക്വൽ ടു സുപ്രീമം ഓഫ് എസ് അല്ലെ, ലീസ്റ്റ് അപ്പർ ബൗണ്ട് ആണ് യു എന്ന് പറയുന്നത്. ഇഫ് യു ഡസ് നോട്ട് ബിലോങ്സ് ടു എസ്, എസ്സിൽ ആ ഇൻഫിനിറ്റ് സെറ്റിൽ യു വരുന്നില്ല എങ്കിൽ യു ഇസ് എ ക്ലസ്റ്റർ പോയിന്റ്, ലിമിറ്റ് പോയിന്റ് ആയിരിക്കും എന്നാണ് പറയുന്നത് കേട്ടോ. സൊല്യൂഷൻ നമുക്ക് ചെയ്യാം. നമ്മൾ ആദ്യം തന്നെ ഒരു എപ്സിലോൺ ചൂസ് ചെയ്യുക ഗ്രേറ്റർ ദാൻ 0 ആയിട്ട്. പിന്നെ നമ്മൾ എന്താ എടുത്താണ്? യു എന്ന് പറയുന്നത് സുപ്രീമം ഓഫ് എസ് ഗിവൺ തന്നിട്ടുണ്ട്. therefore എന്ത് പറയാം നമുക്ക്? യു മൈനസ് എപ്സിലോൺ ഈസ് നോട്ട് ആൻ അപ്പർ ബൗണ്ട് ഓഫ് യെസ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? therefore there exists an x belongs to S such that എന്തുണ്ടായിരിക്കും? u minus epsilon is less than x less than u ആയിരിക്കും. അപ്പം ഈ കേസിൽ എന്ത് പറയാം? എക്സ് ബിലോങ്സ് ടു എന്താന്ന് പറയാം നമുക്ക്? ഓപ്പൺ ഇൻ്റർവെൽ യു മൈനസ് എപ്സിലോൺ യു പ്ലസ് എപ്സിലോൺ എന്ന് പറയും. യുവിനേക്കാൾ ചെറുതാണല്ലോ, അപ്പോൾ യു പ്ലസ് എപ്സിലോണിനേക്കാൾ എന്തായാലും ചെറുതായിരിക്കും. ആൻഡ് എക്സ് നോട്ട് ഈക്വൽ ടു യു ആണല്ലോ. അപ്പോൾ എന്ത് പറയാം? പ്ലസ് ഫോർ എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ഓപ്പൺ ഇൻ്റർവെൽ യു മൈനസ് എപ്സിലോൺ യു പ്ലസ് എപ്സിലോൺ ഈക്വൽ ടു വി എപ്സിലോൺ യു contains points of S. Therefore U is a cluster point of S എന്ന് പറയാം. മനസ്സിലായോ? therefore U is a cluster point of S എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ. അങ്ങനെ വരുമ്പോഴല്ലേ ക്ലസ്റ്റർ പോയിന്റ് എന്ന് പറയാം ഡെഫിനിഷൻ വെച്ചിട്ട്. ഇനി അടുത്ത പ്രോബ്ലം എന്ന് പറയുന്നത് ഇങ്ങനത്തെ പ്രോബ്ലംസ് ചോദിക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ ലെറ്റ് എ ആൻഡ് ബി ടു സബ്സെറ്റ്സ് ഓഫ് ആർ, then
പ്രൂവ് ദാറ്റ് ഒന്നാമത്തത് എ ഇൻ്റർസെക്ഷൻ ബി ഇൻറ്റീരിയർ ഈക്വൽ ടു എയുടെ ഇൻറ്റീരിയർ ഇൻ്റർസെക്ഷൻ ബിയുടെ ഇൻറ്റീരിയർ, അല്ലെങ്കിൽ രണ്ടാമത്തെ എ യൂണിയൻ ബിയുടെ ഇൻറ്റീരിയർ എന്ന് പറയുന്നത് സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ, എ ഇൻറ്റീരിയർ യൂണിയൻ ബി ഇൻറ്റീരിയർ എന്ന് പറയുന്നത് എ യൂണിയൻ ബി ദ ഹോൾ ഇൻറ്റീരിയർ. ഗീവ് an example to show that the inclusion may be പ്രോപ്പർ സെറ്റാന്ന് കാണിക്കണം. ഈക്വൽ ടു വരില്ല, പ്രോപ്പർ ആണെന്ന് തന്നെ കാണിക്കണം നമുക്ക്. അപ്പോൾ നമുക്ക് ചെയ്യാം, പ്രോബ്ലം ചെയ്യാം. ഫസ്റ്റ് പ്രോബ്ലം നമുക്ക് ആദ്യം ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കറിയാം ഈ ഇൻറ്റീരിയർ ഓഫ് എയുടെ ഉള്ളിലാണ് കിടക്കുക എന്നറിയാം. അതുപോലെ ബി ഇൻറ്റീരിയർ എന്തിൻ്റെ ഉള്ളിൽ കിടക്കും, ബിയിലാണ് കിടക്കുക അല്ലേ. ഇതാണ് ബി എങ്കിൽ ബിയുടെ ഉള്ളിലാണ് ബി ഇൻറ്റീരിയർ കിടക്കുക. ബി ഇൻറ്റീരിയർ ഈസ് കണ്ടെയ്ൻഡ് ഇൻ ബി. അതിൻ്റെ അർത്ഥം എന്താണ്, എ ഇൻറ്റീരിയർ ഇൻ്റർസെക്ഷൻ ബി ഇൻറ്റീരിയർ ഈസ് കണ്ടെയ്ൻഡ് ഇൻ എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയാൻ പറ്റും നമുക്ക്. പിന്നെ നമുക്കറിയാം സിൻസ് എ ഇൻറ്റീരിയർ ആൻഡ് ബി ഇൻറ്റീരിയർ ആർ ഓപ്പൺ, അത് രണ്ടും ഓപ്പൺ ആയതുകൊണ്ട് എ ഇൻറ്റീരിയർ ഇൻ്റർസെക്ഷൻ ബി ഇൻറ്റീരിയർ ഈസ് ആൻ ഓപ്പൺ സെറ്റ് and is contained in A intersection B ആണല്ലോ. അപ്പം എന്ത് പറയാം നമുക്ക്, സിൻസ് interior of a set is the union of all open sets contained in the set. നമുക്ക് പറയാം A interior intersection B interior is contained in എന്ത് പറയാം നമുക്ക്, A intersection B the whole interior. മനസ്സിലായോ? Interior of a set is the union of all open sets contained in the set ആയതുകൊണ്ട് A interior intersection B interior is contained in A intersection B interior എന്ന് പറയാം അല്ലേ. നൗ നമ്മൾ ഇനി ഒരു ലെറ്റ് എക്സ് എലിമെന്റ് ഓഫ് ഇതിൽ നിന്ന് എടുക്കാം, എ ഇന്റർസെക്ഷൻ ബി ഇന്റീരിയർ എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ എക്സ് നമ്മൾ എ ഇന്റീരിയർ ഇന്റർസെക്ഷൻ ബി ഇന്റീരിയറിലും ഉണ്ടെന്ന് കാണിക്കാം. നമുക്കിത് രണ്ട് ഈക്വലാന്നല്ലേ കാണിക്കേണ്ടത്, കാണിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യാണ് കേട്ടോ. ലെറ്റ് എക്സ് ബി ആൻ എലിമെന്റ് ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇന്റീരിയർ. സോ എക്സ് ബിലോങ്സ് ടു എ ഇന്റർസെക്ഷൻ ബി എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് പറയാം, therefore there exists a neighborhood ഉണ്ടാവും വി ഓഫ് എക്സ് സച്ച് ദാറ്റ് എന്ത് പറയാം, വി ഈസ് നല്ല ഈസിയാണ്, വി ഈസ് കണ്ടെയ്ൻഡ് ഇൻ ഇന്റർസെക്ഷൻ ബി. ജസ്റ്റ് നമ്മൾ ഫോർമുല അല്ല അതിൻ്റെ ഡെഫിനേഷൻ അപ്ലൈ ചെയ്യുന്നേ ഉള്ളൂ. നൈബർഹുഡ് ഉണ്ടാവും, നൈബർഹുഡ് ഓഫ് എക്സ് സച്ച് ദാറ്റ് നൈബർഹുഡ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ എ ഇന്റർസെക്ഷൻ ബി. അപ്പം നമുക്ക് എന്താ കിട്ടുക, അതായത് വി ഈസ് കണ്ടെയ്ൻഡ് ഇൻ എ ഇന്റർസെക്ഷൻ ബി which implies that V is contained in A അല്ലേ, and V is contained in B എന്ന് വരും. Thus എന്ത് പറയാൻ പറ്റും, thus there exists a neighborhood V of X such that V is contained in A and V is contained in B എന്ന് വരും. Therefore X belongs to A interior and X belongs to B interior എന്ന് വരും അല്ലേ. വി ഈസ് കണ്ടെയ്ൻഡ് ഇൻ എ എന്ന് വെച്ചാൽ എന്താ അർത്ഥം, ഒരു നൈബർഹുഡ് അല്ലേ, എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു നൈബർഹുഡ് എയിലുണ്ട്. അതുപോലെ എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു നൈബർഹുഡ് ആ സെയിം നൈബർഹുഡ് ബിയിലുണ്ട്. അതായത് നൈബർഹുഡ് എയിലുണ്ട് എന്ന് വെച്ചാൽ എന്താ അർത്ഥം, എക്സ് ബിലോങ്സ് ടു എ ഇന്റീരിയർ ആൻഡ് എക്സ് ബിലോങ്സ് ടു ബി ഇന്റീരിയർ എന്ന് വരും. therefore X belongs to A interior intersection B interior എന്ന് വരും. അപ്പം എന്താ നമുക്ക് കിട്ടിയത്,
അപ്പോൾ നമുക്ക് കിട്ടി എക്സ് ബിലോങ്സ് ടു എ ഇൻ്റർസെക്ഷൻ ബി ഇൻറ്റീരിയറിൽ ഉണ്ട് implies x belongs to A interior intersection B interior. Therefore നമുക്ക് എന്ത് കിട്ടി A intersection B യുടെ interior എന്ന് പറയുന്നത് A interiorൽ intersection B interior എന്ന് കിട്ടും. അപ്പം അല്ലേ തിരിച്ചെടുക്കുമ്പോഴും ഇനി നമ്മൾ ആദ്യം ഇതിലുണ്ടെന്ന് എടുത്തപ്പോൾ A interior intersection B interiorൽ ഉണ്ടെന്ന് എടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി A intersection B അതിൻ്റെ ഇൻറ്റീരിയറിലുണ്ടെന്ന് കിട്ടി. ഇനി എക്സ് A intersection ബിയുടെ ഇൻറ്റീരിയറിലുണ്ടെന്ന് എടുത്തപ്പോൾ എക്സ് A ഇൻറ്റീരിയറിലും B ഇൻറ്റീരിയറിലും ഉണ്ടെന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഇന്ന് രണ്ടെന്ന് എന്ത് കിട്ടും ഫ്രം 1 and 2 വി ഗെറ്റ് A intersection ബിയുടെ ഇൻറ്റീരിയർ എന്ന് പറയുന്നത് A interior intersection B interior. ഇതൊക്കെ നിങ്ങൾ ഈ ടൈപ്പ് പ്രോബ്ലംസ് നിങ്ങൾ ഇവിടെ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഫസ്റ്റ് ഇയറിൽ ഏകദേശം ഇതേ സെയിം ടൈപ്പ് പ്രോബ്ലംസ് എങ്ങനെ ചെയ്യും. ഒന്ന് കണ്ടെയ്ൻഡ് ഇൻ എക്സ് ഒരെണ്ണത്തിൽ ഉണ്ടെന്ന് എടുക്കുക, ലെഫ്റ്റ് സൈഡിൽ ഉണ്ടെന്ന് എടുക്കുക, എക്സ് റൈറ്റ് സൈഡിൽ ഉണ്ടെന്ന് പ്രൂവ് ചെയ്യാം. അതേപോലെ നിങ്ങൾ യു ഹാവ് ടു ഡു ദിസ് പ്രോബ്ലം. അതൊക്കെ ഈസി ആയതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. ലെറ്റ് എ ആൻഡ് ബി ടു സബ്സെറ്റ്സ് of R, then prove that A union B യുടെ ബൗണ്ടറി എന്ന് പറയുന്നത് എയുടെ ബൗണ്ടറി യൂണിയൻ ബിയുടെ ബൗണ്ടറി. മനസ്സിലായി? ഇത് ചെയ്യാൻ വേണ്ടിയാണ്. രണ്ടാമത് ഇങ്ങനെയും ചോദിക്കാം. A ഇൻ്റർസെക്ഷൻ ബിയുടെ ബൗണ്ടറി എന്ന് പറയുന്നത് എയുടെ ബൗണ്ടറി ഇൻ്റർസെക്ഷൻ ബിയുടെ ബൗണ്ടറി. മനസ്സിലായോ? ഇതും നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാവുന്നതേ ഉള്ളൂ. എങ്ങനെ ചെയ്യാം? നമുക്ക് വേണമെങ്കിൽ വേണമെങ്കിൽ ഞാൻ ചെയ്തു തരാം. എ ഈസ് കണ്ടെയ്ൻഡ് ഇൻ നമുക്കറിയണ പോലെ എയുടെ ബൗണ്ടറി ആൻഡ് ബി ഈസ് കണ്ടെയ്ൻഡ് ഇൻ എ ഈസ് കണ്ടെയ്ൻഡ് ഇൻ എ ക്ലോഷർ ആൻഡ് ബി ഈസ് കണ്ടെയ്ൻഡ് ഇൻ ബി ക്ലോഷർ. അത് ക്ലോഷറാണ്. എ യൂണിയൻ ബി ദ ഹോൾ ക്ലോഷർ ഇസ് ഈക്വൽ ടു എ ക്ലോഷർ യൂണിയൻ ബി ക്ലോഷർ. എ ക്ലോഷറിൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ബൗണ്ടറി ഞാൻ ആദ്യം എന്തോ പറഞ്ഞു. എയുടെ ബൗണ്ടറി ഉണ്ടാവും, ബിയുടെ ബൗണ്ടറി ഉണ്ടാവും. മനസ്സിലായോ? എ യൂണിയൻ ബി ദ ഹോൾ ക്ലോഷർ ഇസ് ഈക്വൽ ടു എ ക്ലോഷർ യൂണിയൻ ബി ക്ലോഷർ. എ ഇന്റർസെക്ഷൻ ബി ദ ഹോൾ ക്ലോഷർ ഇസ് ഈക്വൽ ടു എ ക്ലോഷർ ഇന്റർസെക്ഷൻ ബി ക്ലോഷർ. അപ്പോൾ നമുക്കറിയാം എ എന്ന് പറയുന്നത് ഇതാണ് എ ക്ലോഷർ. എയും എയുടെ ബൗണ്ടറിയും കൂടെ ചേർന്നതാണ് എ ക്ലോഷർ എന്ന് പറയുന്നത്. എ ഈസ് കണ്ടെയ്ൻഡ് ഇൻ എ ക്ലോഷർ ആൻഡ് ബി ഈസ് കണ്ടെയ്ൻഡ് ഇൻ ബി ക്ലോഷർ. അതിൻ്റെ അർത്ഥം എന്താ? എ വിച്ച് ഇംപ്ലൈസ് ദാറ്റ് എ യൂണിയൻ ബി ഈസ് കണ്ടെയ്ൻഡ് ഇൻ A closure union B closure. Since both A closure and B closure are closed ആയതുകൊണ്ട് A closure union B closure is closed. അപ്പോൾ എന്ത് പറയാം? A closure union B closure is closed set ആണ്. കണ്ടെയ്നിങ് എന്താ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത്? കണ്ടെയ്നിങ് A യൂണിയൻ B ആണ്. നമുക്കറിയാം ക്ലോഷർ ഓഫ് എ സെറ്റ് ഈസ് ദ സ്മോളസ്റ്റ് ക്ലോസ്ഡ് സെറ്റ് കണ്ടെയ്നിങ് ദ സെറ്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? A union B closure is contained in A closure union B closure. എഴുതാൻ ഞാൻ since closure of a set is the smallest closed set containing that set. അത് നമുക്കിങ്ങനെ പറയാൻ പറ്റും. ഇനി നമുക്ക് വേറൊരു കാര്യം പറയാം. എ ഈസ് കണ്ടെയ്ൻഡ് ഇൻ എന്ത് പറയാം? എ യൂണിയൻ ബി എന്ന് പറയാം. വിച്ച് ഈസ് കണ്ടെയ്ൻഡ് ഇൻ എ യൂണിയൻ ബി ദ ഹോൾ ക്ലോഷർ എന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? എ യൂണിയൻ ബി ദ ഹോൾ ക്ലോഷർ ഈസ് എ ക്ലോസ്ഡ് സെറ്റ് കണ്ടെയ്നിങ് എ. പിന്നെ നമുക്ക് പറയാം സിൻസ് closure
of a set is the smallest closed set containing that set. അത് നമുക്ക് എന്താ പറയുക, A is contained in A union B the whole closure, which implies that A closure is contained in A union B the whole closure എന്ന് പറയാം. A is contained in A union B closure എന്ന് വെച്ചാൽ അങ്ങനെയല്ലേ, A closure is contained in A union B the whole closure എന്ന് പറയും. ഇതേപോലെ നമുക്ക് പറയാൻ പറ്റും, നമുക്കിതേ പറയാം മറ്റേ ബി ഈസ് കണ്ടെയ്ൻഡ് ഇൻ എ യൂണിയൻ ബി ക്ലോഷർ ആയതുകൊണ്ട് ബി ക്ലോഷർ ഈസ് കണ്ടെയ്ൻഡ് ഇൻ അല്ലേ, പറയാം ബി ക്ലോഷർ ഈസ് കണ്ടെയ്ൻഡ് ഇൻ എ യൂണിയൻ ബി ക്ലോഷർ എന്ന് പറയാം. അപ്പോൾ നമുക്ക് അതിന്ന് രണ്ടെന്നും കൂടെ എന്ത് പറയാം, therefore we can say that A closure union B closure is contained in A union B the whole closure എന്ന് പറയാം. മനസ്സിലായില്ലേ, ഈ രണ്ടെന്നും A closure is contained in A union B closure എന്നും B closure is contained in A union B closure ആയതുകൊണ്ട് A closure union B closure is contained in A union B closure. നമുക്ക് അതുകൊണ്ട് ഈ രണ്ടെണ്ണത്തിന് എന്താ പറയുക, ഫ്രം 1 and 2, 2 നേരെ തിരിച്ചാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്ക് എന്താ കിട്ടി, A union B the whole closure is equal to A closure union B closure എന്ന് പറയാം. മനസ്സിലായില്ലേ? അപ്പം ശരി, ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രൂവ് ചെയ്യുക കേട്ടോ. അതിൽ ബാക്കിയുള്ള കാര്യങ്ങൾ പ്രൂവ് ചെയ്യാനുള്ളത് നിങ്ങൾ പ്രൂവ് ചെയ്യുക. നല്ല ഈസി അല്ലേ, അപ്പം അതുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രൂവ് ചെയ്യുക. സിമിലർലി യു ഹാവ് ടു പ്രൂവ്. ഓക്കെ.